പ്രിയപ്പെട്ടവരെ, KPCC പുനഃസംഘടനയുണ്ടല്ലോ. ജംബോ കമ്മിറ്റി വന്നില്ലേ? നീളൻ പട്ടിക, 58 ജനറൽ സെക്രട്ടറിമാർ, 13 ഉപാധ്യക്ഷന്മാർ, 6 രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങൾ. ജംബോ പട്ടികയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സെക്രട്ടറിമാർ ഇനി പിന്നാലെ വരും. അപ്പോൾ ഈ പട്ടികയിൽ ഇത്രയും അധികം ആളുകളെ പരമാവധി ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യ വിമർശനം വന്നിരിക്കുന്നത് ACCയുടെ വക്താവ് ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നാണ്. കഴിവ് മാനദണ്ഡമാണോ എന്നാണ് ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദിൽ മുഹമ്മദ് ഉണ്ട്. ആദിൽ, ഗുഡ് മോർണിംഗ്. ക്ഷമയുമായി ക്ഷമിക്കണം, ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ക്ഷമയുമായിട്ട് നമുക്ക് ഫോണിൽ സംസാരിക്കാൻ സാധിച്ചോ? ക്ഷമ കലിപ്പിലാണോ ആദിൽ? ക്ഷമയുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ സാധിച്ചിട്ടില്ല. ക്ഷമ കലിപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തവണത്തെ KPCC പുനഃസംഘടനയിൽ ഒരു സ്ഥാനം ഷമാ മുഹമ്മദ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ACC വക്താവാണ്. കഴിഞ്ഞ തവണ വടകര സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പക്ഷേ അത് നൽകിയില്ല. ഷാഫി പറമ്പിലിന് നൽകുമ്പോൾ തന്നെ വനിതാ പ്രാധാന്യം മതിയായ രൂപത്തിൽ ഇല്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു ഷമാ മുഹമ്മദ്. ഇപ്പോൾ KPCCയുടെ ജംബോ പട്ടികയിലും ഉൾപ്പെടുത്താത്തതിൽ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. കഴിവ് മാനദണ്ഡമാണോ എന്ന് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് കണ്ണൂർ DCCയുടെയൊക്കെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് കേരളത്തിൽ സജീവമാകാനുള്ള ഒരു ശ്രമം ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി എങ്ങനെയാകും ഇതിനെ KPCCയും ACCയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഏത് പട്ടിക KPCCയുടെ ഭാഗത്തു നിന്ന് വന്നാലും തർക്കമുറപ്പാണ്. അതിന്റെ തുടക്കം ഇപ്പോൾ ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. കഴിവ് മാനദണ്ഡമാണോ എന്ന ചോദ്യമാണ് ഫേസ്ബുക്കിലൂടെ വിമർശനമായി ഷമാ മുഹമ്മദ് ഉന്നയിച്ചിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.